വിശുദ്ധ കുർബാനയുടെ വില അറിയാമോ? ഇദ്ദേഹത്തിന് അത് നന്നായി അറിയാമായിരുന്നു. എഡ്വിൻ ആൾഡ്രിൻ, ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ 2 പേരിൽ ഒരാൾ. തന്നെ ഈ മഹാദൗത്യത്തിന് പ്രാപ്തനാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടത് തൻ്റെ കടമയായി ആൾഡ്രിൻ കരുതി. ചാന്ദ്രപേടകത്തിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് 5 മണിക്കൂർ വിശ്രമ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ആൾഡ്രിൻ തൻ്റെ ബാഗിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ചില വിശുദ്ധ വസ്തുക്കൾ പുറത്തെടുത്തു. ഒരു വെള്ളിക്കാസ, തിരുവോസ്തി, വാഴ്ത്തിയ വീഞ്ഞ്, തിരുവചനങ്ങൾ എഴുതിയ ഒരു കാർഡ്. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ നിന്ന് പ്രത്യേക അനുമതി പ്രകാരം കൊണ്ടുവന്നതായിരുന്നു ഈ വിശുദ്ധ വസ്തുക്കൾ. ഈ സമയത്ത് പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. ഗ്രാവിറ്റി വ്യതിയാന നിമിത്തം വീഞ്ഞ് കാസയിലേക്ക് ഒഴിക്കുക ദുഷ്കരമായിരുന്നു. കുർബാന ഉൾക്കൊണ്ട ശേഷം ക്രിസ്തുവിലുള്ള എൻ്റെ ഉറച്ച വിശ്വാസം ഏറ്റുപറയാൻ എഴുതിക്കൊണ്ടുവന്ന ഈ വചനഭാഗം വായിച്ചു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 15:5. 2 നിസ്സാര മനുഷ്യരെ ഇവിടെ വരെ എത്തിക്കാൻ മനുഷ്യന് ബുദ്ധിവൈഭവം നൽകിയ സർവശക്തനെ ഞാൻ വാഴ്ത്തി. ആ സമയത്ത് ദൈവത്തിന് നന്ദി പറയുക എന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ ചിന്തയിലേക്ക് വന്നതേയില്ല. തുടർന്ന് ഞങ്ങളുടെ ദൗത്യം വിജയിക്കാൻ അവിടുത്തെ കൃപ യാചിച്ചു പ്രാർത്ഥിച്ചു. ഈ സമയം അത്രയും നീൽ ആംസ്ട്രോങ് നിശബ്ദനായി കൈകൾ കൂപ്പി പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. വിജയകരമായി ദൗത്യം പൂർത്തിയാക്കി അവർ ഭൂമിയിലേക്ക് തിരിച്ചു പോന്നു. തിരിച്ചെത്തുന്നതിൻ്റെ തലേരാത്രി അവർ ഭൂമിയിലേക്ക് ഒരു റേഡിയോ സന്ദേശം അയച്ചു. അതിൽ സങ്കീർത്തനം 8-ാം അധ്യായം ചൊല്ലിക്കൊണ്ട് ഒരിക്കൽ കൂടി ആൾഡ്രിൻ ദൈവത്തിന് സർവ്വമഹത്വവും നൽകി. ഇവിടെ നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ ഈ തിരുവചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്ത് മേന്മയുണ്ട്. ജൂലൈ 24 അവർ തിരികെ ഇറങ്ങി. വർഷങ്ങൾ നാസ വെളിപ്പെടുത്താതെ വെച്ച ഈ കാര്യം ആൾഡ്രിൻ തൻ്റെ ആത്മകഥയിൽ ലോകത്തോട് പറഞ്ഞു. ചന്ദ്രനിൽ ആദ്യം ഉച്ചരിക്കപ്പെട്ടത് തിരുവചനവും ആഹാരമായത് കുർബാനയപ്പവും ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഒരു ഇൻ്റർവ്യൂവിൽ ആൾഡ്രിൻ പറഞ്ഞു. ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹം അങ്ങനെ ദൈവമഹത്വത്തിന് കാരണമാക്കി. ചന്ദ്രനിൽ കൊണ്ടുപോയ കാസയും വചനമെഴുതിയ കാർഡും ഇന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെയും തിരുവചനങ്ങളുടെയും മഹത്വം ബോധ്യമുള്ളവർക്ക് അത് ജീവനേക്കാൾ വിലപ്പെട്ടതാണ്. കുർബാനയപ്പം കിട്ടാത്ത ഈ വ്യാകുല നാളുകളിൽ നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങയെ വേണ്ട വിധം സ്നേഹിക്കാതിരുന്നെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. അങ്ങയെ കൂടാതെ എനിക്ക് ജീവിതമില്ല. അരൂപിയിൽ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നാലും നാഥ, ഞങ്ങൾക്ക് ഒത്തുചേർന്ന് ഇനിയും അപ്പത്തിൽ അങ്ങയെ സ്വീകരിക്കാനാകുന്ന കൃപയുടെ വസന്തകാലം വേഗം വരണമേ.